നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നിഫ്റ്റി 26,174 പോയിൻ്റാണ് ഇന്നലെ നമുക്ക് കിട്ടിയ ക്ലോസ്. ഗംഭീരമായിട്ടുള്ളൊരു റാലി നടത്തി. റുപ്പീസ് ഒരു റിക്കവറി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഡീലുകൾ അതൊരു അഡ്വാൻസ് സ്റ്റേജിലെത്തി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ നമുക്കുണ്ടായ റാലി FIs കഴിഞ്ഞ കണ്ടിന്യൂസ് 3 ഡേയ്സ് ബൈയിങ് ആയിരുന്നു. എന്നാൽ ഇന്നലെ അവർ 437 കോടി രൂപയുടെ സെല്ലിങ് ഉണ്ടായിട്ട് കൂടിയും നമ്മൾ നല്ല ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തി. FIs ഇന്നലെ നെറ്റ് സെല്ലേഴ്സായിരുന്നു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. എന്നാൽ US മാർക്കറ്റ് ഗംഭീരമായിട്ടുള്ള റാലിയിലാണ് ഉള്ളത്. ഇന്നലെ നമുക്കൊരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നങ്ങനെ ഒരു പ്രത്യേകിച്ച് ഗ്യാപ്പ് അപ്പം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ഇന്ന് US നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇവൻ്റ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ്, കോസ്പി കൊറിയ, ഷാങ്ഹായ് ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിലാണ്. ഗോൾഡ് ഗംഭീര റാലിയാണ്. $40 പെർ ഔൺസിൽ ഉയർന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് ആറാമത് കാണാം. $4,483 പെർ ഔൺസിന് എത്തി നിൽക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായ രീതിയിലാണ് ഉള്ളത്. പ്രധാനമായിട്ടും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 5% ഫോൾ ആയത് കാണാൻ സാധിക്കും. എന്നാൽ വിപ്രോ ഏകദേശം ഒരു 1.8% ഫോളായി. പിന്നീട് ഒരു 4% റാലിയും കാണാൻ സാധിക്കും. അപ്പോൾ രണ്ട് കമ്പനിയും ഒന്ന് ഫോക്കസിൽ വരുത്തുക. നമുക്ക് നമ്മുടെ ട്രേഡിംഗ് എല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ സാധിക്കും. അതും ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ടിൽ ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചാർട്ടിൽ നിന്ന് തന്നെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ACC ഇത് സ്റ്റോക്കുകളുടെ വാർത്തകളാണ്, ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ACC കമ്പനിയും അംബുജ സിമെൻറ്റുമായിട്ടുള്ള ആ ഒരു മെർജർ അപ്രൂവ് ചെയ്തു. അപ്പോൾ 100 ACC ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 328 അംബുജ സ്റ്റോക്ക് കിട്ടുമെന്നുള്ള റേഷ്യോയിലാണ് ഈ ഒരു ഡീമർജർ ഉള്ളത്. HCL ടെക് IT കമ്പനിയാണ്. അവർ ബെൽജിയം ബേസ്ഡ് ആയിട്ടുള്ളൊരു AI കമ്പനീനെ അക്യൂർ ചെയ്തു. സംവി മൂവേഴ്സ് കമ്പനി അവർ ഒരു 428 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് EPC കോൺട്രാക്റ്റ് ലഭിച്ചു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് കമ്പനി 25 ഏക്കർ ലാൻഡ് അവർ ചെന്നൈയിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്, ലക്ഷറി പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെൽസ്പൻ കമ്പനി അവർ 4% സ്റ്റേക്ക് വെൽസ്പൻ സ്പെഷ്യാലിറ്റി സൊല്യൂഷനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. GPT ഇൻഫ്ര കമ്പനി അവർക്ക് 670 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. സാത്വിക് ഗ്രീൻ കമ്പനി അവരെ സംബന്ധിച്ച് 486 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ആൻ്റണി വേസ്റ്റ് കമ്പനിക്ക് 330 കോടി രൂപയുടെ ഒരു വേസ്റ്റ് ഹാൻഡ്ലിംഗ് ഓർഡർ ലഭിച്ചു. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് തന്നെ ചെയ്തിരുന്നു, അതെല്ലാം തന്നെ കഴിഞ്ഞു. ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിൽ ആരംഭിച്ചു. സുനിത ടൂൾസ് കമ്പനി അവർ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ഡിഫൻസ് ഓർഡറിനെ സംബന്ധിച്ചുള്ളൊരു കരാറ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.